നിങ്ങളെല്ലാം പരസ്പരം, നമ്മളെല്ലാം പരസ്പരം സ്നേഹിക്കുന്നവരാണെങ്കിൽ, ഹബ്ബ് കൊണ്ട് കിട്ടുന്ന വലിയൊരു മഹത്വമാണിത്. ഖൽബിയായൊരു അമല്, പൈസക്ക് ചെലവില്ല, അധ്വാനം വേണ്ടതില്ല. എന്നാൽ ഹൃദയം ശുദ്ധിയാവാതെ എന്തുണ്ടായിട്ടെന്തു കാര്യം? മുഅ്മിനോട് വെറുപ്പ് തോന്നാൻ പാടില്ലെന്ന് മാത്രമല്ല, ഒരു മുഅ്മിനിനോട് മഹബ്ബത്താണ് തോന്നേണ്ടത്. വെറുപ്പ് പ്രചരിപ്പിക്കാൻ ആളുകൾ ഒരുപാടുണ്ട്. വെറുപ്പ് എഴുതാനും പറയാനും പ്രസംഗിക്കാനും ആളുകളുണ്ട്. വെറുപ്പിൻ്റെ പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ ആളുകളുണ്ട്. എന്നാൽ സ്നേഹത്തിൻ്റെ പാലം പണിയാൻ ആരാണിവിടെയുള്ളത്? എത്ര പേർക്കാണതിൽ താല്പര്യമുള്ളത്? ഛിന്ന ഭിന്നമാക്കാൻ ഇന്ന് ആളുകളുണ്ട്, ഛിദ്രതയുണ്ടാക്കാൻ ആളുകളുണ്ട്, നിരൂപണം ചെയ്യാൻ ഇന്ന് ആളുകളുണ്ട്, കുറ്റപ്പെടുത്തലുകൾക്ക് ആളുകളുണ്ട്. വഹൽ, നമ്മൾ അറിയുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? വലസ്താ ബിമുസ്തബിഖിൻ അഖല്ലാ തലുമ്മുഹു അലാ ശഅസിൻ അയ്യുർ റിജാലിൽ മുഹദ്ദബു. കുറ്റങ്ങളും കുറവുകളുമില്ലാത്ത ആരാണ് ലോകത്തുള്ളത്? മഅസൂമായ നബി തങ്ങൾക്ക് ശേഷം കുറ്റങ്ങളില്ലാത്ത ആരാണുള്ളത്? പണ്ഡിതരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ഉമറാക്കളാണെങ്കിലും ആര് തന്നെയാണെങ്കിലും മനുഷ്യരല്ലയോ? ഔലിയാക്കൽ മഹ്ഫൂദുകളാണ്. എന്നാൽ നമ്മൾ സാധാരണക്കാർ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നവരല്ലേ? ഒരു തെറ്റിൻ്റെ പേരിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ നിങ്ങൾ ഒഴിവാക്കരുതേ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളാരും ഒരാളെ ഒരു തെറ്റിൻ്റെ പേരിൽ മാറ്റി നിർത്തുകയും ചെയ്യരുത്. ഒരു ഭാര്യയെ അവളുടെ ചില സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ മാറ്റി നിർത്തരുതേ. ലാ യഫറുകും റഉൻ മുഅ്മിനതൻ ഇൻ റളിയ മിൻഹ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ഒരു സ്വഭാവം നിങ്ങളുടെ ഭാര്യയുടേത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നതിൽ ആ പെണ്ണിനെ തൊലാഖ് ചൊല്ലുകയോ വെറുപ്പിക്കുകയോ അവളെ വേദനിപ്പിക്കുകയോ മാനസികമായി ഉപദ്രവം ചെയ്യുകയോ അരുത്. എന്തുകൊണ്ട്? ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് അതിനിപ്പുറത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 100 സ്വഭാവങ്ങൾ അവളിൽ കാണാൻ പറ്റിയേക്കും. ഈ ഹദീസ് ഒരു മനുഷ്യനെ വിലയിരുത്താനുള്ള ഒരു മെഅയാറാണ്. ഇതൊരു ക്രൈറ്റീരിയനാണ്. ഒരാളുടെ തിന്മകളാണോ നന്മകളാണോ കൂടുതൽ എന്ന് നോക്കിയിട്ടാണ്. ഇദാ ബലഗൽ മാഉ ഖുല്ലതൈനി ലം യഹ്മിലിൽ ഹദസ്. 2 ഖുല്ലത്ത് വെള്ളം അതിൽ നജസ് വീഴുന്നതോടുകൂടെ മുതനജ്ജിസ് ആകുന്നില്ല എന്ന ഫിഖ്ഹിന്റെ മസ്അല മുത്തനബി തങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം അലിമീങ്ങൾ പറയാറുണ്ട്, ജഹാബിദത്തുൽ ഉലമാ, മഹാന്മാരായ പണ്ഡിതന്മാർ, ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ, അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വരുമ്പോഴേക്കും നിങ്ങൾ കുറ്റപ്പെടുത്തിയത് മുഴുവൻ മുതനജ്ജിസാണ് എന്ന് പറയരുത്. കാരണം ഇദാ ബലഗൽ മാഉ ഖുല്ലതൈനി ലം യഹ്മിലിൽ ഹദസ്. 2 ഖുല്ലത്തുള്ള വെള്ളത്തിൽ നജസ് വീഴുന്നതോടുകൂടെ മുതനജ്ജിസ് ആകുന്നില്ലല്ലോ വെള്ളം. അതിൻ്റെ നിറമോ മണമോ രുചിയോ മാറണ്ടേ? അതുകൊണ്ട് തിന്മകൾ കൂടുതലുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണം, പുറത്തു കൊടുക്കണം. മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാവേണ്ടവരാണ് നമ്മൾ. വജബത് മഹബ്ബതി ലിൽ മുതഹബ്ബീന ഫിയ. കാണുമ്പോൾ മുഖം ചുളിക്കരുതേ, സലാം പറയുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കരുതേ. നിങ്ങൾ സ്നേഹത്തിൽ ജീവിക്കേണ്ടവരാണ്. ആരൊക്കെയാണോ എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് റബ്ബായ എന്നിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ, മുഅ്മിനീങ്ങളായതിൻ്റെ പേരിൽ ആരാണോ എന്നെ സ്നേഹിക്കുന്നത് അവർക്ക് എൻ്റെ മഹബ്ബത്ത് നിർബന്ധമാണ്. അല്ലാത്തവർക്കത് കിട്ടില്ല. വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർക്ക് അള്ളാന്റെ മഹബ്ബത്തില്ല. അള്ളാന്റെ മഹബ്ബത്ത് കിട്ടിയില്ലെങ്കിൽ അതിലും വലിയ നഷ്ടമുണ്ടോ? അതിലും വലിയൊരു നഷ്ടമുണ്ടോ? അതുകൊണ്ട് അള്ളാന്റെ മഹബ്ബത്ത് വേണമെങ്കിൽ വെറുപ്പുകൾ ഖൽബ് നെടുത്ത് കളയണേ. അള്ളാഹുവിന് വേണ്ടി മുഅ്മിനീങ്ങളെ സ്നേഹിക്കണമേ, ഇഷ്ടപ്പെടണമേ. വജബത് മഹബ്ബതി ലിൽ മുതജാലിസീന ഫിയ. എനിക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുന്ന ആളുകൾ, ഇവർക്ക് എൻ്റെ മഹബ്ബത്ത് നിർബന്ധമായിരിക്കുന്നു. اللهم اجعلنا ممن وجبت لهم محبتك في هذا المجلس يا رب العالمين. ഈ മജ്ലിസ് മഹബ്ബത്തിന്റെ മജ്ലിസാണ്. അല്ലാഹുവിന് വേണ്ടി മുതസാവിരീന ഫിയ, മുതജാലിസീന ഫിയ, മുതബാദിലീന ഫിയ. പടച്ചതമ്പുരാന് വേണ്ടി പരസ്പരം ചെലവഴിക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി കൂടെ ഇരിക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവർ. എത്ര മനോഹരമാണ്! നിങ്ങൾ യാത്ര ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടി, ഒരാളെ കാണാൻ ചെല്ലുന്നത്
ആ മനുഷ്യൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നൊരു നല്ല മനുഷ്യനാണല്ലോ എന്നതിൻ്റെ പേരിൽ. അങ്ങനെയാണ് നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളെങ്കിൽ സന്തോഷിച്ചോളൂ. അള്ളാഹുവിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് അവതരിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് ലഭിച്ചിരിക്കുന്നു. ഇതിനേക്കാളും വലിയൊരു സൗഭാഗ്യമുണ്ടോ? സൗഭാഗ്യമുണ്ടോ മുഅ്മിനേ? സൗഭാഗ്യമുണ്ടോ? ഇന്ന മിനന്നാസി ഉനാസൻ മാ ഹും ബിഅംബിയാ വലാ ശുഹദാ യഗ്ബിതുഹുമുൻ നബിയ്യൂന വശുഹദാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അള്ളാഹുവിന് ചില ആളുകളുണ്ട്, അവർ പ്രവാചകന്മാരോ ശുഹദാക്കളോ അല്ല. യഗ്ബിതുഹുമുൻ നബിയ്യൂന വശുഹദാ, പ്രവാചകന്മാരും ശുഹദാക്കളും കൊതിച്ചു പോകും, റബ്ബേ ഞങ്ങൾ അവർക്ക് കിട്ടിയ സ്ഥാനം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന്. അങ്ങനെയോ? അംബിയാഇനേക്കാളും അംബിയാക്കൾ കൊതിച്ചു പോകുന്നവരോ? മൻഹും യാ റസൂലല്ലാഹ്, ആരാണവർ നബിയെ? ആരാണ്? പ്രവാചകന്മാര് പോലും കൊതിച്ചു പോകുന്ന ആളുകളുണ്ടോ? പ്രവാചകന്മാര് കൊതിക്കുകയാണ് ഞങ്ങൾ അവരെ പോലെ ആയിരുന്നെങ്കിലെന്ന്. അങ്ങനത്തെ ആൾക്കാരുണ്ടോ? ഉണ്ട്. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അവർ? പ്രവാചകന്മാരും ശുഹദാക്കളും ഞങ്ങൾ അവരെ പോലെ ആയിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോകുമാർ. ഇത്രമേൽ സ്ഥാനമുള്ളവരാരാണ്? ഹും ഖൗമുൻ തഹാബ്ബു ഫീ ദാത്തില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർ. അതുകൊണ്ട് വെറുപ്പിനെ കുറിച്ച് പറയല്ലിൻ, വെറുപ്പിന്റെ എഴുത്തുകൾ വായിക്കല്ലിൻ, വെറുപ്പ് നിങ്ങൾ എഴുതാൻ നിൽക്കല്ലിൻ. ആർക്കാണ് വെറുപ്പ് വേണ്ടത്? പിശാചിനല്ലാതെ. ഈ ഉമ്മത്തിന്റെ കൽബിനുള്ളിൽ വെറുപ്പിന്റെ വിഷം വിതറുന്നത് ഗുരുതരമായ തെറ്റാണ് എന്ന് ഉണർത്തേണ്ടത് പോലുമുണ്ടോ? നമുക്കറിയുന്ന കാര്യമല്ലേ. അതുകൊണ്ട് അത്തരം പ്രവണതകൾ അടിയന്തരമായി അവസാനിപ്പിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഈ ഉമ്മത്തിന് നഷ്ടമാകും, തീർച്ചയാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ഇതൊരു താക്കീതാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള താക്കീതാണിത്. ലിൽ മുതഹാബ്ബീന ഫിയാ അലാ ഗൈരി അർഹാമിൻ ബൈനഹും, അവർ തമ്മിൽ കുടുംബ ബന്ധങ്ങളുടെ ആവശ്യമില്ല, അവർ തമ്മിൽ കുടുംബ ബന്ധം വേണമെന്നില്ല, അവർ ചോരബന്ധമുള്ളവരല്ല, ഒരു നാട്ടുകാരോ മഹല്ലുകാരോ കുടുംബക്കാരോ പോലുമല്ല. വലാ അംവാലുൻ യതആതൂനഹാ, സാമ്പത്തികമായ ഇടപാടുകൾക്കുമല്ല അവർ പരസ്പരം സ്നേഹിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടിയല്ലാത്ത സ്നേഹങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാരണമില്ലാതെയായാൽ ആ സ്നേഹം ഇല്ലാതെയാവും. ഇപ്പം MLA പിന്നാലെ മന്ത്രിൻ്റെ പിന്നാലെ കുറേ ആൾക്കാരുണ്ടാവും, അവർ തോറ്റോക്കണ്ടേ, പിന്നെ ആരെങ്കിലും കൂടെ ഉണ്ടാവുമോ? റോട്ടിൽ നിന്ന് കണ്ട സലാം പറയാൻ പോലും ആളുണ്ടാവില്ല. അങ്ങനെയല്ലേ സംഭവിക്കുക? മുതലാളിമാർ കാശം കയ്യും തീർന്നോക്കണ്ടേ, അവരുടെ കൂടെ കൂടിയവരിൽ സത്യസന്ധരാരാണ്? പോകട്ടെ, ഗൾഫിൽ നിന്ന് വന്നാൽ ആദ്യത്തെ ഒരു 2 മാസം എന്തൊരു പാങ്ങ അല്ലേ, ഇഷ്ടം പോലെ ചങ്ങാതിമാർ. 2 മാസം കഴിഞ്ഞാൽ പിന്നെ അവൻ കടം വാങ്ങേണ്ട അവസ്ഥ. അപ്പോൾ ഒരൊറ്റ കുട്ടിനടുത്ത് കാണൂല. അപ്പം എന്തിനായി ഒപ്പം കൂടുന്നത്? അവൻ്റെ പൈസയ്ക്ക് വേണ്ടിയാണ്. ഷറഫ്, സ്ഥാനമാനങ്ങൾ, അതിൻ്റെ പിന്നാലെ ആ സ്ഥാനമാനം പോയി പുരക്കിരുന്നാൽ ഒരാൾ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. സുബ്ഹാന ജല്ല ജലാലു, അള്ളാഹുവിൻ്റെ മഹബ്ബത്തിന് മാത്രമേ ആയുസുള്ളൂ. അതപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അത് ഖബറിലും നാളെ മഹ്ശറയിൽ മാത്രമല്ല, അള്ളാഹുവിൻ്റെ ജനാബുൽ ഹഖിൽ, പടച്ചതമ്പുരാൻ്റെ ഹദറത്തിൽ അള്ളാഹു തആല പ്രകാശത്തിൻ്റെ കസേരകളിട്ടുകൊണ്ട് റബ്ബാദരിക്കുന്നത് ആരെയാണ്? ഖൽബിനുള്ളിൽ മുഅ്മിനീങ്ങളെ പരസ്പരം സ്നേഹിച്ചവർക്കാണ്. അമ്പിയാക്കന്മാർ പോലും പറയുന്ന, പടച്ചവനെ സ്നേഹത്തിൻ്റെ കസേരകളിൽ നീ ഇരുത്തിയിരിക്കുന്നവരാരാണ്? അവർക്ക് അലാ മനാബിറ മിൻ നൂർ, പ്രകാശത്തിൻ്റെ ഇരിപ്പിടങ്ങളാണ്, പ്രകാശത്തിൻ്റെ കിരീടമാണ്. അല്ലാഹുവേ, ഇത് ആരാ പടച്ചവനെ? അതിൻ്റെ മറുപടിയാണ് ഹും ഖൗമുൻ തഹാബ്ബു ഫീ ദാത്തില്ലാഹ്. നമ്മുടെ സ്നേഹബന്ധങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാകട്ടെ. അവൻ 5 വക്ത് നിസ്കരിക്കുന്ന ആളാണ്, അവൻ സൽസ്വഭാവിയാണ്, അവൻ നുണ പറയാറില്ല, അവനോട് നിങ്ങൾക്ക് ഇഷ്ടമാണ്. ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ, ആ നന്മയുടെ പേരിൽ അവൻ നിസ്കാരം നിർത്തിയെന്ന് വിചാരിക്കുക, നുണ പറയാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക, നിങ്ങൾ ബന്ധം അവസാനിപ്പിക്കുന്നു. എന്തേ? നിങ്ങൾ സ്നേഹിച്ചത് ആ മനുഷ്യനിലെ നന്മ നോക്കിയിട്ടാണ്, ആ മനുഷ്യനിലെ ത്വഅത്ത്, ഇബാദത്ത് നോക്കിയിട്ടാണ്. ഇതാണ് സത്യസന്ധമായ പ്യൂർ
വളരെ ശുദ്ധമായ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. മുആദ് ഇബ്നു ജബൽ എന്നവർ പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് അബൂ ഇദ്രീസിൽ ഖൗലാനി തങ്ങൾ ഓർക്കുകയാണ്. എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അബ്ശിർ, സന്തോഷിച്ചോളൂ, വജബത്ത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയ അൽ മുതജാലിസീന ഫിയ അൽ മുതബാദിലീന ഫിയ അൽ മുതസാവിരീന ഫിയ. ആ ഒരു ഇരുത്തത്തിലാണ് മഹാനായ ജബ്ബാർ ഉസ്താദിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ഈ സദസ്സിലിരിക്കുന്നത്, ആ മഹാനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഗാനമേള നടക്കാൻ പോകുന്നില്ല, ഇവിടെ വാദ്യമേളങ്ങളില്ല, ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണപ്പൊതികൾ ഒരുക്കി വെച്ചിട്ടില്ല. ഉണ്ടോ? നമ്മളിരിക്കുന്നത് ഒരു മഹാനായ മനുഷ്യനെ ഓർത്തുകൊണ്ടാണ്. അവരിവിടെ ഇട്ടേച്ചു പോയ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ കാൽ വെച്ച് നടന്ന് പഠിച്ചവരാണ് നമ്മൾ. ആ മഹാനുഭാവനെ നമ്മൾ ഓർത്തെടുക്കുകയാണ്. ഇത് ഇൽമിൻ്റെ മജ്ലിസാണ്. നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് പല നാട്ടിൽ നിന്ന് വന്നവരാണ്. അലി അസർ ബാക്കവി ഉസ്താദ് ഇവിടെ ഇരിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, പടച്ചോനെ. ഇന്നലെ രാത്രി ഞങ്ങൾ മലപ്പുറത്ത് കോട്ടുമല കോംപ്ലക്സിലാണ്. അപ്പോൾ ബാക്കവി ഉസ്താദ് അവിടെ ഉണ്ട്. ഞങ്ങൾ കോഴിക്കോട് വന്ന് നിന്ന് കിട്ടേണ്ട ട്രെയിൻ കിട്ടിയില്ല, വേറെ ട്രെയിനിനൊക്കെ കയറി പിടിച്ചെത്തിയത്. അപ്പോൾ ഉസ്താദ് ഇവിടെ നേരത്തെ എത്തിയിരിക്കുന്നു. ഞാൻ അത്ഭുതപ്പെടുന്നു, എങ്ങനെ ഇത്രയൊക്കെ ദൂരെ യാത്ര ചെയ്തെത്തി. നമ്മുടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സലാംക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇന്നലെ രാത്രി മലപ്പുറത്തായിരുന്നു. അപ്പോൾ ഇത്രയും ദൂരം അവർ യാത്ര ചെയ്ത് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. പടച്ച തമ്പുരാനെ, അള്ളാഹുവേ, ഇത് ഇൽമ് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. നമ്മുടെ ഇരുത്തവും നമ്മൾ ഒരുമിച്ചിരിക്കുന്നതും പടച്ച തമ്പുരാന് വേണ്ടിയാണ്. ആ ഒരു നീയത്ത് കൽബിലുണ്ടോ, അതിൽ വേറെ ഒരു ഷായിബത്തും കൂടരുത്. അത് ശുദ്ധമാണ്. ഖാലിസത്തൻ ലിവജ്ഹില്ലാഹ്. അള്ളാഹു അങ്ങനെയായി സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ ബന്ധങ്ങളെ അള്ളാഹുവിൻ്റെ സ്നേഹത്തിലായി റബ്ബ് തആല മാറ്റിത്തരട്ടെ. ഫവല്ലാഹി ഇന്ന വുജൂഹഹും ലനൂർ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, അവരുടെ മുഖങ്ങൾക്ക് പ്രകാശമുണ്ട്. അള്ളാഹു നാളെ പ്രകാശമുള്ള മുഖം നമുക്ക് നൽകട്ടെ. വഇന്നഹും ലഅലാ നൂർ. അവർ പ്രകാശത്തിൻ്റെ മീതെയാണ്. ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ് വലാ യഹ്സനൂന ഇദാ ഹസിനന്നാസ്. ജനങ്ങളെ പേടിക്കുന്ന മഹ്ശറയിൽ ഒരു പേടിയും വേണ്ടാത്തവരാണിവർ. ജനങ്ങളൊക്കെ സങ്കടപ്പെട്ട് കഴിയുമ്പോൾ ഒരു സങ്കടവും ഈ ആളുകൾക്കില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് ഓതുകയാണ്. സുമ്മ ഖറഅ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇന്ന ഔലിയാ അല്ലാഹ് അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة. സൂറത്ത് യൂനുസിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഇവരാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ ഇന്ന ഔലിയാ അല്ലാഹ്. അള്ളാഹു സ്നേഹിക്കുന്നവർ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ. ഈ ലോകത്ത് മനുഷ്യൻ്റെ ഫിത്രത്ത് എന്തിനോടെങ്കിലും ഒരു സ്നേഹം ഉണ്ടാവും മനുഷ്യന്. അള്ളാഹിനെ റസൂലിനെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ചിലർ വേറെന്തെങ്കിലും സ്നേഹിക്കും, അത് ഉറപ്പാണ്. ഉബൂദിയ്യത്ത്, അടിമത്വം എന്നത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മൾ എന്തിനെങ്കിലും അടിമയാണ്. അള്ളാഹ്ക്ക് അടിമയല്ലേ, ഓ മയക്കുമരുന്നിനെങ്കിലും അടിമയായിരിക്കും, അങ്ങനെ പറയാലോ. അള്ളാഹുവിനോട് സ്നേഹമില്ലേ, അവന് വഴിവിട്ട ഹറാമായ ബന്ധങ്ങളിലുള്ള സ്നേഹങ്ങൾ ഉണ്ടാവും. അള്ളാഹുവിനെ ഇബാദത്ത്, മനുഷ്യൻ ദുർബലനാണ്. മനുഷ്യൻ എന്തെങ്കിലും ആശ്രയിച്ചേ പറ്റൂ, ഇബാദത്ത് ചെയ്തേ പറ്റൂ. അത് അള്ളാഹിനെ മനസ്സിലാവാത്ത വല്ല കല്ലിനും വൃക്ഷത്തിനും വിഗ്രഹത്തിനും എന്തിനെങ്കിലും മനുഷ്യൻ ചെയ്തിരിക്കും. അത് കാരണം ആരാധന ചെയ്യാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയൂല. അത് ഫിത്രത്തൻ, മനുഷ്യൻ അങ്ങനെയാ ജന്മന അള്ളാഹു സൃഷ്ടിച്ചത്. ആ ചിന്ത പടച്ചതമ്പുരാന് കൊടുക്കാനുള്ളതാണ്. ആ ഇബാദത്ത് റബ്ബിന് കൊടുക്കാനുള്ളതാണ്. അള്ളാഹിനെ മനസ്സിലായിട്ടില്ലേ, എന്തിനെങ്കിലും പോയി പൂജിക്കും, അതിനുവേണ്ടി എന്തെങ്കിലും കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കും. യഥാർത്ഥ ദൈവം ഇതാണോ, ഞാൻ ഈ ആരാധിക്കുന്നത് തന്നെയാണോ ഈ പ്രപഞ്ചം പടച്ചത്, എന്നെ പടച്ചത്, എനിക്ക് ജീവിക്കാനുള്ള വഴി പറഞ്ഞു തന്നത്? ഇതൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാർ പോലും ഉണ്ടാവും. പക്ഷെ അവർ ആരാധിക്കും. എന്തേ? മനുഷ്യൻ ജന്മന ആരാധന വാസനയുള്ള ആളാണ്. മനുഷ്യൻ അങ്ങനെയാണ്. ആ ഇബാദത്താണ് വഅ്ബുദൂനി, നിങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടത് എന്ന് അല്ലാഹു ജല്ല ജലാലു പറയുന്നത്.
ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർ അല്ലാഹു അവരെ സ്നേഹിക്കുന്നു. അങ്ങനത്തെവരാണ് ഔലിയാക്കൾ. അല്ലാഹുവിൻ്റെ ഔലിയാ അല്ലാഹുവിനെ പടച്ചതമ്പുരാനെ നെഞ്ചിലേറ്റിയവരാണ്. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ അല്ലാഹു അവൻ്റെ പൊരുത്തം കൊടുത്ത് അനുഗ്രഹിച്ചവരാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അള്ളാഹു നമ്മയും നമ്മുടെ ഉലമാഇനെ, ഫുഖഹാഇനെ, സാദാത്തീങ്ങളെ, ഉമറാഇനെ, നമ്മളെല്ലാവരെയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹുവിൻ്റെ ഔലിയാഇൽ അല്ലാഹു ചേർത്തി തരട്ടെ. വമാ ദാലിക അലല്ലാഹി ബിയസീർ വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. ഇത് അള്ളാഹുവിനൊരു വിഷയമുള്ള കാര്യമല്ല, അള്ളാഹ്ക്ക് ഇതൊരു വിഷയമല്ല. ഇമാം മഹ്ദി തങ്ങൾ ലോകത്തിൻ്റെ അവസാന കാലം ഈ ഉമ്മത്തിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ വേണ്ടി വരുമ്പോൾ യുസ്ലിഹുല്ലാഹു ഫീ യൗമിൻ വലൈല, ഒരു രാപ്പകൽ കൊണ്ടാണ് ആ മഹാനെ അള്ളാഹു റബ്ബിൻ്റെ വലിയൊരു വലിയാക്കി മാറ്റുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണെന്നാണ്. ആ നാൾ വരെ ഇമാം മഹ്ദി തങ്ങൾക്ക് അറിയുക പോലില്ല ഞാൻ മഹ്ദിയാണ്. അവർ മുഹമ്മദ് ബിൻ അബ്ദുല്ലയാണ് റഹിമഹുല്ലാഹ്. മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നേ പേരേ ഉള്ളൂ. അവർ നബി തങ്ങളുടെ കുടുംബത്തിൽ വന്ന സയ്യിദാണ്. പക്ഷെ മഹ്ദി ഇമാമാണോ? അത് ഉമ്മ പേരിടുന്നതല്ല മഹ്ദി ഇമാമ് എന്ന്. അള്ളാഹു ഒരു ദിവസം ഒരൊറ്റ രാത്രി കൊണ്ട് ഖിലാഫത്തിൻ്റെ പദവിയിലേക്ക് അള്ളാഹു ഉയർത്തി കൊടുക്കുകയാണ്. അള്ളാഹ്ക്കത് എളുപ്പമാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് ചില ആളുകൾക്ക് അള്ളാഹു തൗഫീക്ക് കൊടുക്കും. അള്ളാഹുവിൻ്റെ വിലായത്തിന് അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് ഇസ്തിഖാമത്ത് നൽകട്ടെ. പുണ്യനബി ഓതുകയാണ്, സ്വർണത്തിൻ്റെ കസേരകളിലിരിക്കുന്ന ആളുകളെ. നമ്മളിന്ന് കസേരയിരിക്കുകയാണ്, നാളെ സ്വർണത്തിൻ്റെ അല്ല വെളിച്ചത്തിൻ്റെ നൂറിൻ്റെ കസേരകളിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുണ്ട്, മുഅ്മിനത്തുകളും മുഅ്മിനാത്തുകളുമുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക? കൽബ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ ഇതാണ് ഏറ്റവും എളുപ്പമുള്ളത്. മുഅ്മിനീങ്ങളെ കൽബ് കൊണ്ട് സ്നേഹിക്കുക. അത് ഏത് നാട്ടുകാരോ ബംഗ്ലാദേശുകാരനാണെങ്കിലും അവനൊരു മുഅ്മിനാണ്. എൻ്റെ അഹാൻ, എൻ്റെ സഹോദരനാണ്. ഏത് നാട്ടിലുള്ള ആളാവട്ടെ അള്ളാഹുവിനനുസരിക്കുന്നൊരു. നമ്മുടെ കൂട്ടത്തിൽ കള്ളും കഞ്ചാവേറ്റ് നടക്കുകയാണ്, കൽബ് കൊണ്ട് നമ്മൾ അവരെ വെറുക്കണം. എന്തേ? അത് ഈമാനിൻ്റെ ഭാഗമാണ്. മുസ്ലിമാണ് പേരുകൊണ്ട്, പക്ഷേ ളാലിമാണ്, അക്രമിയാണ്, പരാക്രമം ചെയ്യുന്ന ആളാണ്, അനീതിയുടെ ആളാണ്, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ലംഘിക്കുന്നവനാണ്, ഉലമാഇനോട് വെറുപ്പ് പറയുന്ന ആളാണ്. കൽബ് കൊണ്ട് നമ്മൾ അവരെ വെറുക്കണം. ഈമാൻ അൽ ഹബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അള്ളാഹുവിനെ വിചാരിച്ച് ചില ആളുകളെ ഇഷ്ടപ്പെടുകയും പടച്ചോന്റെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ദുർനടപ്പായതിൻ്റെ പേരിൽ പടച്ചവനെ വിചാരിച്ച് വെറുക്കുകയും ചെയ്യുക. ഇത് ഈമാനിൻ്റെ ഏറ്റവും മുറിയാത്ത കയറാണ്. ആ കയറ് പിടിച്ചാൽ മുറിയൂല എന്നാ. എന്നല്ലാതെ അത് എൻ്റെ കുട്ടിയല്ലല്ലോ, എൻ്റെ മഹല്ലുകാരനല്ലല്ലോ, അവൻ കള്ളുപിടിച്ച് നടന്നോട്ടെ, അവൻ മയക്കുമരുന്നടിച്ച് നടന്നോട്ടെ, അവൻ ഡ്രഗ് അഡിക്ഷൻ ആയിക്കോട്ടെ, എന്ത് എൻ്റെ മഹല്ലോ, എൻ്റെ നാടോ, എൻ്റെ കുടുംബം അല്ലല്ലോ എന്നൊരു മുഅ്മിൻ പറയൂല. എന്തേ? നമ്മളൊക്കെ ചോരബന്ധമുള്ളവരാണ്, ഈമാനിൻ്റെ ചോരബന്ധമുള്ളവരാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة. പുണ്യനബി ഓതുകയാണ് ഈ ആയത്തുകൾ. ഹബീബായ നബി തങ്ങൾ പ്രകാശത്തിന് മേലിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തി ഹബീബ് ഓതി വെക്കുകയാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഈ ലോകത്തും നാളെ പരലോകത്തും അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മൾ സന്തോഷിക്കാനല്ലേ ജീവിക്കണത്? ഇവിടെയും ദുനിയാവിലും സന്തോഷിക്കണം, നാളെ പരലോകത്തും സന്തോഷിക്കണം. അള്ളാഹു നമുക്ക് ബുഷ്റ, സന്തോഷം നൽകട്ടെ. അതിനെന്ത് വേണമെന്നറിയോ? അല്ലദീന ആമനൂ, കൽബ് കൊണ്ട് അള്ളാഹുവിനെ വിശ്വസിച്ചവരാകണം. കൽബ് കൊണ്ട്, നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ ഈമാനാവോ? കൽബിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാന് വേണം. വകാനൂ യത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും വേണം. നിസ്കാരത്തിലോ മുസല്ലയിലോ മസ്ജിദിലോ അതിനുള്ളിൽ മാത്രമല്ല ഈമാൻ കിടക്കുന്നത്. മുഅ്മിനീങ്ങളുടെ ഈമാൻ കിടക്കുന്നത്
നിസ്കാര തഴമ്പുകളിൽ മാത്രമല്ല, അതൊരു ഇബാദത്തിൻ്റെ അടയാളമാണ്, അതൊരു വലിയ ഖൈറാണ്. പക്ഷേ അത് മാത്രമാണോ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതം? അതോടൊപ്പം തിന്മകൾ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിൻ്റെ വിശാലമായ തലങ്ങളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل